ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിക് ജിൻസ്. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറയാൻ പോകുന്നത് ഗോയിത്തെ എക്സാം റിവാലുവേഷനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അതിനകത്ത് വന്ന് കമൻ്റ് ഇട്ടു, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടു. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ ഇങ്ങനൊരു സംഭവം, അതായത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല, കുറേ ആൾക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും ഡൗട്ട് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ തന്നെ ട്രിവാൻഡ്രം ഗോയിറ്റയിലേക്ക് മെയിൽ അയച്ച സമയത്ത് അവരെനിക്ക് തന്ന റിപ്ലൈ ഞാൻ വ്യക്തമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡിൽ ആ റിപ്ലൈ മെയിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് ഗോയിത്തെ സെൻറ്റേഴ്സിൽ റീവാല്യുവേഷൻ ഇല്ല, പേപ്പർ ഇവാലുവേഷൻ ചെയ്യാം. അതായത് നമ്മൾ ഈ റിസൾട്ട് വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. വിത്ത് അവിടുത്തെ ഗോയിത്തയുടെ ആരാണോ ഉള്ളത് അവർ വളരെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ ഉള്ളൊരു സൗകര്യമാണ് ഉള്ളത്. അതും കേരളത്തിലല്ല, ഡൽഹിയിൽ, അതായത് മെയിൻ സെൻറ്റർ, അതായത് കൊച്ചി ട്രിവാൻഡ്രത്തിൻ്റെ മെയിൻ സെൻറ്ററായിട്ടുള്ള ഡൽഹി സെൻറ്ററിലാണ് ഈ പറഞ്ഞ ഒരു പരിപാടി നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മെയിൽ അയക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഇവാലുവേഷൻ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല, പക്ഷെ പണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അതായത് എൻ്റെ ഒപ്പം എന്നെ പഠിപ്പിച്ച ഏതോ ഒരു മിസ്സ്, ആ മിസ്സിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എക്സാമിൻ്റെ ആൻസർ മീൻസ് ആൾക്ക് ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ആൾ ഗോയിത്തയിലേക്ക് മെയിൽ അയച്ചു. അപ്പോൾ ഡൽഹി സെൻറ്ററിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ഇന്ന കാര്യങ്ങൾ മിസ്റ്റേക്സ് ആണെന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് പറഞ്ഞു കേട്ടു. എനിക്ക് തോന്നുന്നു മേ ബി അതായിരിക്കും ഇവാലുവേഷൻ. പിന്നെ ഒരു കാര്യം, അത് ഞാൻ കേട്ടതാണ്, എത്രത്തോളം റിയാലിറ്റി ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല. ഇനി വേറൊരു സംഭവം ഉള്ളത്, ഇതും നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ജസീറ ചേച്ചിയാണ് പറഞ്ഞത്. അതായത് ആ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ ഗോയിത്തെ എക്സാം എഴുതി എന്നിട്ട് മെയിൽ അയച്ചു. അതായത് റിവാലുവേഷന് വേണ്ടി മെയിൽ അയച്ചു. അപ്പോൾ അതായത് ആ ഫ്രണ്ടിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 0 ആണ്. എല്ലാത്തിലും 0. ഒരു കാരണവശാലും 0 വരില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു 1-2 ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ വന്ന സമയത്ത് ആ ചേച്ചിയുടെ ഫ്രണ്ട് മെയിൽ അയച്ചു. അങ്ങനെ മെയിൽ അയച്ചപ്പോൾ വീണ്ടും മാർക്ക് വന്നു. ആ മാർക്കിൽ അവർക്ക് ഉള്ളത് എത്രയാണെന്നറിയോ, പാസ്സായില്ല, പക്ഷേ 0 മാറി 30-40 ആ ഒരു റേഞ്ചിലേക്കൊക്കെ മാറി. അപ്പോൾ അതായത് ഇങ്ങനെയും പറയുന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊന്നും നമുക്ക് വലിയ പിടുത്തമില്ല. ഇനി റീസെൻ്റ്ലി എക്സാം എഴുതാൻ പോയവരും എൻ്റെ അടുത്ത് പറയുന്നത് റിവാലുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം പോകുന്ന സമയത്ത് എന്താ സ്ഥിതി എന്ന് അന്വേഷിക്കുക. ഞാൻ മാക്സിമം എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് പാസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ വേറൊരു അപ്ഡേറ്റ്, നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടലൊക്കെ നിർത്തി. അത് നിങ്ങൾക്കറിയാലോ, എൻ്റെ കയ്യിലൊരു വലിയ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഇന്ന് പ്ലാസ്റ്റർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കരുത്ത സിറ്റുവേഷൻ. എവിടെയാണെന്നറിയോ, ഈ ഒരു വര ഉണ്ടോ, ഈ ഒരു വരയിലാണ് വെട്ടോത്തി മരം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെട്ടിയതാണ്. വെട്ടോത്തി പാളി ഇതിൽ കൊണ്ടു. അങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടായത്. ഒരു 2 വെയിൻ കട്ടായി, സർജറി കഴിഞ്ഞു. ഇപ്പോൾ കൈ ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പരമാവധി ഈ വീഡിയോ അൺകട്ടായിട്ട് ഇടാനായിട്ടായിരിക്കും ഞാൻ ശ്രമിക്കുക. സോ ഇനിയൊട്ട് ഡെയിലി വ്ളോഗ് ഉണ്ടാവും. ഇതെൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചാനലാണ്. എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ച്യൂസ്.